മാവോവാദി നേതാവ് രൂപേഷിന്റെ ജയിൽ മോചനം തടയാൻ കള്ളക്കേസ് ചുമത്തിയതായി ഭാര്യ ഷൈന. കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് കർണാടക സർക്കാർ പുതിയ കേസെടുത്തതെന്നാണ് ആരോപണം. ജയിൽ മോചിതനാകാൻ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോഴാണ് കർണാടക ബെൽത്തങ്ങാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രൂപേഷിനെ പ്രതിയാക്കിയതെന്നും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടന ആരോപിച്ചു. 2015 കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റിലായ രൂപേഷ് 10 വർഷമായി ജയിലിൽ തുടരുകയാണ്. തമിഴ്നാട്ടിൽ 16ഉം കേരളത്തിൽ 26ഉം കർണാടകയിൽ 1 കേസും രൂപേഷിനെതിരെ ചുമത്തിയിരുന്നു. കേരളത്തിലെ 3 കേസുകളിൽ വിചാരണ പൂർത്തിയായി. തമിഴ്നാട്ടിലെ കേസുകളിൽ വിചാരണ പൂർത്തിയായിട്ടില്ല. കർണാടക മടിക്കേരിയിൽ ഫയൽ ചെയ്ത കേസിൽ രൂപേഷിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. 10 വർഷമായി ജയിലിൽ കഴിയുന്ന രൂപേഷിന്റെ മോചനത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയപ്പോഴാണ് പുതിയ കേസെന്നാണ് ആരോപണം. രൂപേഷ് പുറത്തിറങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ റെഡിയായിരുന്നു. കർണാടകയിൽ നിന്നിട്ട് ഒരു പുതിയ കേസ് രൂപേഷിനെതിരായിട്ട് 2012 കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എൻകൗണ്ടർ കേസാണ്. ആ കേസ് രൂപേഷിനെതിരായിട്ട് ഇപ്പോൾ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. കർണാടക ബെല്ലത്തങ്ങാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് 13 വർഷം പഴക്കമുള്ളതാണ്. ഈ കേസിൽ മറ്റു പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴൊന്നും രൂപേഷിനെ പ്രതിയാക്കിയില്ല. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് പുതിയ കേസെന്നും രൂപേഷിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ഷൈന ആരോപിച്ചു. ഒരു കാലത്തും പ്രതിയല്ലാത്ത രൂപേഷിന്റെ പേരിൽ ഈ 13 വർഷത്തിന് ശേഷം ഈ കേസ് കൊണ്ടുവന്നിട്ടുള്ളത് തടവുകാലം അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റേറ്റിന്റെ ഗൂഢാലോചനയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2026 മാർച്ച് 31-നകം രാജ്യത്തെ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുകയാണ്. മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് സർക്കാർ നടത്തുന്നതെന്നും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടന ആരോപിച്ചു. രൂപേഷിനെ അനന്തമായി തടവറയിൽ തള്ളാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം രൂപപ്പെടുത്തും. അഖിലേന്ത്യാ തലത്തിൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.